ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മൾ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതും ഒരു ദിവസം കൊണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 9 മണിക്ക് അവിടെ എത്തിയിട്ട് ഒരു രാത്രി 7-7:30 ആകുമ്പം തിരിക്കും അവിടെ നിന്ന്. അപ്പം അത്രയും സമയം നമ്മൾ ബാംഗ്ലൂർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. നമുക്ക് വേറെ ടൈമും കാര്യങ്ങളൊന്നുമില്ല. എന്നും ഇൻറ്റേൺഷിപ്പ് ഉള്ളതുകൊണ്ട് ഇന്ന് സൺഡേ ഇന്നേ പറ്റുള്ളൂ എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ പോണത്. അപ്പം അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു എന്താണ് ഇങ്ങനെ ബാംഗ്ലൂർ പോകണം അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ ഒരു സമയം എത്തിയത്. അങ്ങനെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സുണ്ട്, കോളേജ് ഫ്രണ്ട്സും ഉണ്ട്. അല്ലാതെ എനിക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പിന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, 5-6 പേര്. അപ്പം അവരും ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു 10-11 പേര് ഒരുമിച്ചാണ്. ഇവിടെ എന്തൊരു ജാഥ പോലെ 10-11 പേര് ഒരുമിച്ചാണ് ബാംഗ്ലൂരിലോട്ട് പോണത്. അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. അതിൻ്റെ ബാക്കിൽ നോക്കിക്കുവാണേ. ഇപ്പോൾ കുറേ പിള്ളേരിങ്ങനെ ജാഥ പോലെ വരും. എപ്പോഴും ഞാൻ കാണാറുണ്ട്. ഈ പിള്ളേരിങ്ങനെ ലൈനായിട്ടേ പോവുള്ളൂ. ഇപ്പോൾ വരും. കണ്ടോ, അവർ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ബുക്കും സാധനങ്ങളും എടുത്ത് അങ്ങോട്ട് പോകും. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ ഇങ്ങോട്ട് വരും. എന്താണ് എന്തോ സ്കൂൾ പിള്ളേരാണെന്ന് തോന്നുന്നു. യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. ദിസ് ഈസ് മൈ ഡ്രസ് ഫുൾ, ഷൂസ് ഉൾപ്പെടെ. ഇത് അവളുടേത്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത്. ഡമ്മികളാണ്. അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇതൊക്കെ ഞാൻ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കണേണെന്ന് ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട്. പക്ഷെ ഇതൊക്കെ ഡമ്മികൾ. കൊള്ളാം, ഒരു വെറൈറ്റി കട. ദേവാ, ഹായ്. ഇതെൻ്റെ പുതിയ ഫ്രണ്ടാണ് ദേവാൻഷ്. ഞാൻ ദേവ എന്ന് വിളിക്കും. ഗുജറാത്തി ഫ്രണ്ടാണ്. എനിക്ക് ദേവാൻഷ് എന്ന് കിട്ടൂല. അപ്പം ഞാൻ ദേവ എന്നാണ് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. ബാക്കി ഫ്രണ്ട്സ് ഓൺ ദ വേ കാണിക്കാം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെത്തി. വൈബ് എനിക്കങ്ങോട്ട് ഞാൻ വിചാരിച്ച ബാംഗ്ലൂരല്ല. ചിലപ്പോൾ അങ്ങോട്ട് എത്തുമ്പം അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനേ വേറെ ബാംഗ്ലൂരാണ് വിചാരിച്ചത്. ഇങ്ങനെ തിരക്കും തിക്കും അങ്ങനെയൊക്കെ, മീൻസ് അങ്ങനത്തെ ഒരു വൈബാണ്. അങ്ങോട്ട് ചെല്ലുമ്പം ബാംഗ്ലൂർ എത്തുമായിരിക്കും ഞാൻ വിചാരിച്ച ബാംഗ്ലൂർ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാമേശ്വരം കഫേയിലാണ് പോണത്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ്. അവിടെ ഇങ്ങനെ ഇരിക്കാനൊന്നും സ്ഥലമില്ലെന്നാണ് പറയണത്. നിന്ന് കഴിക്കണം. പക്ഷേ നിന്ന് കഴിക്കണേലും ഒരിതുണ്ട്. മീൻസ് അത്രയും അത്രയും അടിപൊളിയാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാമേശ്വരം കഫേയിലെത്തി. ഇവിടുത്തെ തിരക്ക് മോളേന്ന് സീനാണിത്. ആൾക്കാരൊക്കെ പുറത്തിരുന്ന് കഴിക്കുകയാണ്. അത്രയും തിരക്കാണ്. നമ്മളകത്തോട്ട് കയറണം.
കഴിച്ചിറങ്ങി. ഫുഡ് അടിപൊളി, പക്ഷെ ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം, അതുപോലെ നിന്ന് വേണം ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷെ അതൊന്നൊരു പ്രശ്നമല്ല, അടിപൊളി ഫുഡായിരുന്നു. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കി, എല്ലാവരും വെറൈറ്റി അല്ലേ വാങ്ങിയത്. അപ്പോൾ ഞാൻ വാങ്ങിയ ഗീ പൊടി ദോശ തന്നെയാണ് അടിപൊളി. ഗുലാബ് ജാമുൻ അതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അതൊക്കെ അത്ര ഒതൻറ്റിക് ആയിട്ടുള്ള സാധനമൊന്നും തോന്നിയിട്ടില്ല. അതിനും ബെസ്റ്റ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതത്ര വലിയ കേസരി അതൊക്കെ എനിക്ക് അത്രയും ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ദോശ ദോശ എങ്ങനെയുണ്ട്? Super dosa. Super dosa. Which dosa you eat? The masala puri dosa. How was it? It was great. The aloo and the overall dosa was quality has been very good. Very good. Gulab jamun? Gulab jamun has been excellent. Very good. Okay, അപ്പോൾ good. Guys, meet my bestie. ഇപ്പം എനിക്ക് വൈബ് വന്നു കേട്ടോ. ഈ ഒരു ഇതിൽ കൂടെ ഒക്കെ നടക്കുമ്പം ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ രാവിലെ വന്നുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നും അങ്ങനെ കാണാത്തത്. ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, അതാ ഹിബയുടെ ശബ്ദമാണോ എന്തോ. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നല്ല വൈബുണ്ട്. ദ മീറ്റ് ആൻഡ് അതർ ബെസ്റ്റീസ്. അവർ ഒരു ഡ്രസ്സാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും കിട്ടും, എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഫ്രണ്ട്സിന് അവരുടെ സ്പെക്സ് ഉണ്ടല്ലോ, എന്തോ ഒടിഞ്ഞു പോയി അങ്ങനെ എന്തോ. അപ്പോൾ അവർക്ക് അതെന്തോ മാറ്റി വാങ്ങണം. അപ്പോൾ ആ സമയം നമ്മളിവിടെ ചുമ്മാ നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂരിൽ അത്യാവശ്യമല്ല നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മോളിൽ പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഫീനിക്സ് മോളിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഊബർ എടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലെ കൂടെ നടക്കുകയാണ് ചുമ്മാ. അങ്ങനെ ഇപ്പോൾ പറഞ്ഞ പ്ലാനൊക്കെ മാറ്റിയിട്ട് നമ്മളെല്ലാവരും കൂടെ ലെൻസ് കാർട്ടിലോട്ട് കയറിപ്പോയി. ഒരു 8 പേരുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കയറിപ്പോയിട്ട് എല്ലാവരും ഗ്ലാസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യായിരുന്നു. ഏതാണ് കൊള്ളാം, ഏതാണ് മാച്ച് ആവുന്നത്. ചുമ്മാ ഒരാൾക്കാണ് വാങ്ങാനുള്ളത്, പക്ഷെ നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. സോ നമ്മളടുത്ത് ഫീനിക്സ് മോളിലോട്ട് പോവുകയാണ്. ഇപ്പം ഒരു 12:30 ആയിട്ടുണ്ട്. മെട്രോയിൽ ആണ് പോകുന്നത്. ഇപ്പം കറൻ്റ് മെട്രോ സ്റ്റേഷൻ അങ്ങനെയൊക്കെയാണ്. സോ ഇതാണ് നമ്മുടെ ടിക്കറ്റ്. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. ഇതെവിടെ കൊടുക്കണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇങ്ങനൊരു സാധനം തന്നു, കൊള്ളാം, നല്ലതാണ്. ബാംഗ്ലൂരിലുള്ള ലുലു മോൾ. നമ്മളിവിടെ കയറുന്നില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ കുറച്ച് ഇതൊക്കെ തന്നെയാണെന്നാണ് പറയണത്. സോ നമ്മൾ ഫീനിക്സ് മോളിൽ തന്നെ പോകുന്നു. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, എക്സിബിഷൻ സംതിങ്. സോ നമ്മൾ ഫീനിക്സ് മോളിലെത്തി. ഇവിടെ ഹലോ കിറ്റിയുടെ എന്തൊക്കെയോ സംഭവം. വാവ്, എനിക്ക് ഈ ഹലോ കിറ്റി കാണുമ്പം ഹൻസികയാണ് ഓർമ്മ വരാറ്. അവരെപ്പോഴും ഇങ്ങനെ ഹലോ കിറ്റി എന്ന് പറയില്ലേ. ഇവിടെ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ, ഹലോ കിറ്റി ആൻഡ് ഫ്രണ്ട്സ് എന്തോ സംഭവം.
അങ്ങനെ അകത്തോട്ട് കയറിയപ്പം വേറെ തന്നെ ഒരു വൈബായിരുന്നു. ലൈക്ക് വേറെ ഏതോ യൂണിവേഴ്സിലെത്തിയ പോലെ എല്ലാ ബ്രാൻഡ് കടകളും കേട്ടിട്ടതെല്ലാം ഇവിടെ ഉണ്ട്. എവിടെ ക്യൂ വലിച്ചോണ്ട് പോകുന്നു. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ട്. ഇത് കാണുന്ന പോലെയല്ല, അടിപൊളി സംഭവമാണ്. നമുക്ക് ഇതിൻ്റെ റേറ്റ് നോക്കാം. ഓക്കെ, തികഞ്ഞു. ഉള്ളി 8K. ഇനി നമുക്ക് ചിച്ചിന ഗസ് ചെയ്യും. ചിച്ചിന എത്രയായിരിക്കും അതിന്? മെറ്റീരിയലൊക്കെ തൊട്ട് നോക്കാം. ഗസ് 1500. ഫിക്സ്ഡ്. ഉള്ളി 8K. 7999. പക്ഷെ ഇത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം. ജോലി ഇട്ടിട്ട് വാങ്ങാം. ഹിബ എനിക്ക് സ്പോൺസർ. സ്പോൺസർ ആരുമില്ല. സോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സാറയിൽ കയറാൻ പോവുകയാണ്. ഒന്നും വാങ്ങൂല കേട്ടോ, അതിപ്പോഴേ ഞാൻ പറയുന്നു, ഒന്നും വാങ്ങൂല. എന്നാലും കയറാം. യെസ്, ഓക്കെ. അടിപൊളി വിലയായിരിക്കും. കൊള്ളല്ലേ? നോക്കൂ, 6000 ഉള്ളൂ. അങ്ങനെ നമുക്ക് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ട എല്ലാ ബ്രാൻഡ് ഇതിലും കയറിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ സാറ, ഇതിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കയറുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് എന്നൊക്കെ കാണാനായിട്ട്. ഇവിടെയൊക്കെ സ്റ്റാർട്ടിങ് ഒരു 3000 6000 ആ റേഞ്ചിലാണ്. അതെനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ച് 1000-ലും കിട്ടുമായിരിക്കുമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പൈസയുടെ ഒരു വില. സോ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്ത് നമ്മൾ പോവുകയാണ്, മിനിസോ. ഒന്നും വാങ്ങൂല, ഇതന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളൂ. ഇവിടെ നിന്ന് ഒന്നും വാങ്ങണതല്ല, പക്ഷെ നമുക്ക് നോക്കാം. നമ്മളവിടെ ട്രിവാൻഡ്രത്ത് എബോ 1000 അല്ലേ, എബോ 3000 അതേ ഇവിടെയൊക്കെ പറ്റൂ. നമുക്ക് നോക്കാം. ഞാൻ ലുലു മോളിലെ, അതായത് ട്രിവാൻഡ്രത്ത് ലുലു മോളിലെ മിനിസോയും ഇതും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ഇത് ലുലു അല്ല, എന്നാലും ചുമ്മാ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വാവ്, അത്യാവശ്യം വലുതാണ്. അപ്പം മിനിസോയിൽ ആസ് യൂഷ്വൽ സാധാരണ വില തന്നെയാണ്. നാട്ടിലുള്ള അതേ ഏകദേശം അതുപോലത്തെ വില തന്നെയാണ് ഓരോ സംഭവത്തിനും. പക്ഷെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. കീ ചെയിൻ ആയാലും ഇങ്ങനത്തെ എന്താണ് ക്രാബ്സും സ്ക്രഞ്ചീസും കുറേ ഇങ്ങനെ വെറൈറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ നമ്മളിതാ ഒരു റീസണും ഇല്ലാതെ ബേബി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്തിനാണെന്ന്. എസ്പെഷ്യലി ഫോർ ഇവർക്ക്. എടുത്തോ, എന്നിട്ട് എനിക്ക് കുട്ടി ഉണ്ടാകുമ്പോ കാണാൻ വരുമ്പോ തന്നാ എന്റെ സീന് ഇത്രയും ചെറിയ ആളാ. ഇത്രയും നല്ല ഭംഗി, ക്യൂട്ട്. എന്തിനാണ് ഇത് നോക്കണേന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മളിങ്ങനെ കയറി. കറക്റ്റ് എന്താ ഫേസ്. ചിച്ചിനൊക്കെ ഒരു കല്യാണ ഫങ്ഷൻ ഉണ്ട്. അപ്പം അന്ന് ചെന്നൈ സെൽസിലായിരുന്നു നമ്മൾ നോക്കിയത്. ഇപ്പം ഏതോ ഒരു ബ്രാൻഡ് എന്താണ് രംഗൃതി, അങ്ങോട്ട് പോവുകയാണ്. എനിക്കറിഞ്ഞൂടെ, ഇപ്പം ഞെട്ടി തിരിച്ച് വരുന്നോളും. കയറാം. 4000 ആയിരിക്കും ബിഗ്. സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഹെവി ആയിട്ടുണ്ട്.
പിന്നെയും മെട്രോ കയറിയിട്ട് ചർച്ച് സ്ട്രീറ്റിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മൾ മോളിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അവിടെ നല്ല എക്സ്പെൻസീവാണ്, സാധാരണ മോള് പോലെയല്ല, അതുക്കും എക്സ്പെൻസീവാണ്. സോ നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ എത്തി. ഇനി ഇവിടെ നല്ല ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. പിന്നെ ഇവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ വന്ന് മെട്രോ ഇറങ്ങിയപ്പോഴേക്കും ഇങ്ങനെ കുറേ ബാംഗിൾസും ഇങ്ങനത്തെ ഇയറിങ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഫുഡ് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനമൊക്കെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ അവിടെ ഇങ്ങനെ നോക്കി നിന്ന്. അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിനും റേറ്റ് കുറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. വേറെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകുമ്പോൾ കാണും എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം റേറ്റൊക്കെ കുറവായിരുന്നു. സോ നമ്മൾ ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചു. അതും മലയാളിയുടെ കടയാണെന്ന് തോന്നുന്നു. മലയാളമൊക്കെ സംസാരിക്കണം ഇവിടെ ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ നമ്മൾ ജംബോ ചിക്കനാണ് ഓർഡർ കൊടുക്കുന്നത്. ചീപ്പാണ് അത്യാവശ്യം, 110 റുപ്പീസൊക്കെ ഉള്ളൂ. ഇവിടെയും പ്ലേസ് ഇല്ല ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. എല്ലാവരും നിന്നൊക്കെയാണ് കഴിക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതും. അതെന്തും ഇങ്ങനെ പ്ലേസ് കൊടുക്കാത്തതും എനിക്കറിയില്ല. ജ്യൂസി എരിവാണ്, സ്പൈസി, നല്ല ലാഭമാണ്. 110 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. സോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഫില്ലിങ് കുറച്ച് കൂടിപ്പോയതായിരുന്നു ഇന്നത്തെ കുഴപ്പം. ലൈക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. എനിക്കറിയില്ല, വിശന്നിട്ടാണ് വന്നത്, എന്നാലും കുറച്ച് അധികമായിപ്പോയെന്ന് തോന്നുന്നു. കൂടിപ്പോയാലും കുറ്റം, അതാണ്. അങ്ങനെ കഴിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, എന്നാലും 3/4 ഭാഗം കഴിച്ച് കംപ്ലീറ്റ് ആക്കി. ആർക്കും പറ്റണുണ്ടായില്ല കഴിച്ച് തീർക്കാനായിട്ട്. ഇനി നമ്മൾ ചർച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ പൂക്കൾക്ക് മീൻസ് ബൊക്കേക്കൊക്കെ നല്ല റേറ്റ് കുറവാണ്. 110 അങ്ങനെയൊക്കെ, അത്രയും ഇത് എമൗണ്ടേ ഉള്ളൂ. ഒരു റോസാപ്പൂവിന് എന്തോ 10 റുപ്പീസ് അങ്ങനെയൊക്കെയാണുള്ളത്. ഇവിടെ എന്തോ സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനത്തെ എന്തോ സംഭവം നടക്കുകയാണ്. ഞാനൊന്നും സമയമില്ല. പിന്നെ എനിക്കിവിടെ വന്നിട്ട് തോന്നിയത് എന്താന്നാ, എല്ലാവരും കാണാൻ എന്ത് മീൻസ് നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കൊരു റിയലൈസേഷൻ. എല്ലാവരും നല്ല ഭംഗി, ആരെ കണ്ടാലും നല്ല ഭംഗി, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഇപ്പോഴാണ് കിട്ടി തുടങ്ങിയത്. എന്താണോ എന്തോ, ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പറയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയല്ലേ ഞാൻ ഒരു ബുക്കും കൂടെ തരാം, കവിത എഴുതിക്കുമെന്ന്. മീൻസ് അങ്ങനത്തെ ഒരു മൂഡാണെന്ന്. പക്ഷേ ഇല്ല, എനിക്ക് എല്ലാവരും നല്ല ഭംഗിയുള്ള കുറേ ഇത് കൊള്ളാം. വായി നോക്കണമെന്നും പറയാം അതിന്. പക്ഷെ നല്ല ഭംഗി, പെണ്ണുങ്ങളാണ് എസ്പെഷ്യലി നല്ല ഡ്രസ്സിങ്, നല്ല ഭംഗി. പിന്നെ അതുവഴി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ദേവ പറഞ്ഞത്, ദേവ ഒരു ചിലവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹണി ചില്ലി പൊട്ടറ്റോ. അപ്പോൾ ഇത് അവിടുത്തെ സ്പെഷ്യലായിട്ടൊരു സാധനം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അവനത് വാങ്ങി, എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോയി ടേസ്റ്റ് ചെയ്ത്, ലൈക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഒരു സംഭവം, കുറച്ച് വേറൊരു ടേസ്റ്റ്, എന്നാലും ഫ്രഞ്ച് ഫ്രൈസ് എന്ന് നമുക്ക് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്ത്. ഇങ്ങനെ കുറേ വെറൈറ്റി കാർഡ്സൊക്കെ കിട്ടുമായിരുന്നു.
അതെനിക്ക് നല്ല ഇതായിട്ട് തോന്നി. അങ്ങനെ ഞാനും കുറേ ഇങ്ങനെ തിരഞ്ഞ് നിന്ന്, പക്ഷേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കാർഡിന് എന്തോ 50 റുപ്പീസേ ഉള്ളൂ, പക്ഷെ അടിപൊളിയാണ്. സോ നമ്മൾ ചർച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോറേഷൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കർത്താവേ മഴയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് കയറി. ചർച്ച് സ്ട്രീറ്റിൽ അധികം എനിക്കൊന്നും കിട്ടിയില്ല. അത്യാവശ്യം സാധനങ്ങൾക്ക് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ റേറ്റ് കുറവെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. ഞാൻ എവിടെ പോയാലും എനിക്ക് വില കൂടിയതേ ഞാൻ കാണാറുള്ളൂ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായിട്ടുള്ള കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് നമ്മൾ പോയി. അപ്പോൾ കുറേ പേരൊന്നും വന്നിട്ടില്ല കേട്ടോ. അവരൊക്കെ കുറച്ച് പേര് ടയേർഡായി, വേറൊരു ദിവസം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷോപ്പിംഗ്. അങ്ങനെ ഞാൻ ഇങ്ങനെ തിരഞ്ഞ് ഇറങ്ങി. നമുക്ക് ഒന്നും മനസ്സിലാവണില്ല. ഒരു SM സ്ട്രീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ ചാലയുടെയൊക്കെ വേറൊരു മോഡായിരുന്നു, കുറച്ചും കൂടെ ബിഗ്ഗർ വേർഷൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഇങ്ങനെ കാണുമ്പോഴേക്കും ഇങ്ങനെ എനിക്കൊരു തല കറങ്ങുന്ന ഫീലായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഏതൊക്കെയോ കടയിൽ അകത്തോട്ടൊക്കെ കയറിപ്പോയി. പുറത്ത് പറയും 90% ഓഫ് എന്നൊക്കെ, അകത്ത് പോകുമ്പോഴേക്കും നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കടയിൽ ഇങ്ങനെ പോയി ഒന്നും വാങ്ങാതെ തിരിച്ചതുപോലെ ഇറങ്ങി വന്ന്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ കടകളൊന്നും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടില്ല. ജസ്റ്റ് എന്തൊക്കെയോ കയറി ഇറങ്ങി അങ്ങനെ ഇരുന്ന്. പിന്നെ അതിന് ശേഷം നമ്മളൊരു ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിതാ ഇങ്ങനെ സ്ട്രീറ്റ് പർച്ചേസും ഇതെല്ലാം ട്രൈ ചെയ്യണുണ്ട്. പിന്നെ ഒരു വേർത്തായിട്ട് നമുക്ക് തോന്നിയില്ല. ഇതും പിന്നെയും ഇവിടെയൊക്കെ കിട്ടും. അങ്ങനെ ഭയങ്കര വെറൈറ്റി സംഭവങ്ങളൊന്നും ആയിരുന്നില്ല. അറ്റ് ലാസ്റ്റ് നോക്കി വന്നപ്പോഴേക്കും എനിക്കിഷ്ടപ്പെട്ട ഒരു മോഡലിൽ ഒരു ഷോർട്ട് കുർത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കളറ് അത്ര അടിപൊളിയായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും കളർ കിട്ടുമെന്ന് ചോദിച്ചപ്പം ഇതിൻ്റെ വേറെ മോഡൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞ്. പിന്നെ കുറേ നേരം ഞാൻ അത് എടുത്ത് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു, വേണോ വേണ്ടേന്നൊക്കെ. പിന്നെ അവിടെ തിരിച്ച് വെച്ച്. പിന്നെ നമ്മുടെ ബസ്സിനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഏകദേശം 2 ബസ്സൊക്കെ കയറി പോകണം. അപ്പം ലേറ്റാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാൻ. ഒരു 6:37 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് നടന്നു തുടങ്ങി. അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടതേ ഉള്ളൂ, ഏതൊക്കെയാണ് കടകൾ, എവിടെ ചീപ്പായിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടും. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ മനോഹരമായിട്ട് അവസാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഒരു കമ്മലിൻ്റെ ആണി പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അത്ര നല്ല ഷോപ്പിംഗ് ആയിരുന്നു. സ്ഥലവും അറിഞ്ഞൂടാ, വഴിയും അറിഞ്ഞൂടാ. പോണ കടയിലെല്ലാം 650 സ്റ്റാർട്ടിങ്ങും. തികഞ്ഞ് തൃപ്തിയായി. അങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറയണോന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മക്കെട്ടൊക്കെ കെട്ടി മുടി. അത്രയ്ക്കും ഒരു വൃത്തികെട്ട ഷോപ്പിംഗ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഏറ്റവും വൃത്തികെട്ട ഷോപ്പിംഗ് ഒരു കാര്യമാണ്. സോ നമ്മൾ പ്ലാൻ ചെയ്തു, ഒരു ദിവസം വൃത്തിക്ക് പ്ലാൻ ചെയ്ത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു ചീപ്പായിട്ട് എവിടെയാണ് സാധനങ്ങളൊക്കെ കിട്ടണമെന്ന്. ഇപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. സോ ഇനി ഒരു ദിവസം ലീവ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരണതായിരിക്കും. എന്നിട്ട് ഷോപ്പിംഗ് മാത്രം. അതാണ് പ്ലാൻ. വെരി ബാഡ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം നാടായ ദർഗയിലെത്തിയിട്ടുണ്ട്. അപ്പം നല്ല വായിക്കാത്തൊരു തുള്ളി വെള്ളമില്ല. എൻ്റെ കോലം കണ്ട ഒരു പാണ്ടിക്കോലം അങ്ങനെ ആയിപ്പോയി. ഞാൻ അങ്ങോട്ട് പോയതെങ്ങനെയായിരുന്നു, ഇങ്ങോട്ട് വന്നതെങ്ങനെ? അപ്പോൾ നമ്മൾ സ്ട്രോബെറി വേണ്ട, നമ്മൾ ഒരു കടയിൽ വന്നിട്ടുണ്ട്. വല്ല ഷേക്ക് എന്തെങ്കിലും കുടിക്കാണ്. കുടിച്ചിട്ട് ബാക്കി സംസാരിക്കാം. വായൊക്കെ പറ്റിപ്പോയി. പിന്നെയും നമ്മൾ 3G ആയിരിക്കുന്നു. 160ന്റെ ചിക്കു ഷേക്ക്
എന്തൊക്കെയായിരുന്നു ഡയലോഗ് ചിക്കു ഷേക്ക്. ഞാൻ എന്താ മാന്യമായിട്ട് ഗ്രേപ്പ് ജ്യൂസും വാങ്ങി വിലക്കുറവും അങ്ങനെ കുടിക്കണം. ഇവളൊരു 160 ചിക്കു ഷേക്കും ഒന്നിനും കൊള്ളൂല. ചിക്കു അല്ല കേട്ടോ, ബട്ടർ സ്കോച്ച് 160. എന്നിട്ട് ഇത് എങ്ങനെ ഇരിക്കുന്നു കുറ്റം പറഞ്ഞോട്ട്. അവള് തീർന്നു. ഓറഞ്ച് നല്ല പൊടിദോശ വെച്ചിട്ടില്ലേ. സോ അങ്ങനെ നമ്മൾ എന്താണ് ഇവർ ഒരു ജിഗർദണ്ടയും കൂടെ കഴിച്ചു കേട്ടാ. അവർക്ക് നല്ല ബട്ടർ ഷേക്കൊക്കെ കുടിച്ചിട്ടേ വിശപ്പ് മാറിയിട്ടില്ല. അവർ ജിഗർദണ്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച്. ഞാൻ കഴിച്ചില്ല, എനിക്ക് ഓൾറെഡി ജ്യൂസ് കുടിച്ചല്ലേ. പിന്നെ എനിക്ക് ആ മിൽക്കിൻ്റെ എനിക്ക് പൊതുവേ മിൽക്ക് ഇഷ്ടമില്ല. അപ്പം ഏതൊക്കെയോ ചെക്കന്മാർ വഴി കൂടെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തയിടം തോന്നും. വേണ്ടിയണ്ട. ഓക്കെ, അപ്പം ജിഗർദണ്ട കഴിച്ച് ജിഗർദണ്ടയൊക്കെ അവർ കഴിച്ച് മഴ തുടങ്ങി. അപ്പം നമ്മൾ ഓടി വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് ടോട്ടലി കൊള്ളായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് സിനിമ പോലെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു ബാംഗ്ലൂരിൽ. പിന്നെ അവസാനമൊക്കെ എത്തിയപ്പം അറിഞ്ഞൂടാ, നമുക്ക് ഈ ഷോപ്പിങ്ങിൻ്റെ ടൈം ആയപ്പോഴേക്കും അത്ര വലുതായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും നമുക്ക് പറ്റിയില്ല. അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പം അതിൻ്റെ ചെറിയൊരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല, നമ്മൾ ഈ ആഴ്ച തന്നെ ചിലപ്പോൾ ഒന്നും കൂടെ പോവും കൊമേർഷ്യൽ സ്ട്രീറ്റിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു, സെറ്റ്. ബട്ട് ആ ഷോപ്പിംഗ് കുറച്ച് ഡിസപ്പോയിൻറ്റഡ്. ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ പൈസയൊന്നും കൊണ്ട് കളഞ്ഞിട്ടില്ല, വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ആഴ്ച പോകുമ്പോഴേക്കും വാങ്ങാൻ ബാക്കി. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.